പുറത്തിറങ്ങിയിട്ടല്ലോ എന്തും പറയണ്ട. ഇപ്പൊ നമ്മള് പ്യാക്കര ഡാമിന്റെ അവിടെ എത്തിയിട്ട് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്ന് ഒരു ഊട്ടിയിലേക്ക് പോകുന്ന വഴി 30 കിലോമീറ്ററിനുള്ളിലാണ് ഈ സ്ഥലം. കമ്പ എങ്ങനുണ്ട്? അടിപൊളി. നാഫ്ക കമ്പ എങ്ങനുണ്ട്? അടിപൊളി. അല്ല ഈ തണുപ്പത്ത് കഴിക്കാൻ എങ്ങനുണ്ട്? കേട്ടാ നല്ലൊരു പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. പൈൻ കാടുകൾ കണ്ടോ, ഈ മരങ്ങൾ നോക്കി തകർത്തില്ല. കുട്ടിയെ ടാറ്റ. അപ്പൊ ഊട്ടി പോയിട്ട് വരട്ടാ. അതാണ് ഫ്ലൈങ്. ഫ്രണ്ട്സ്, ഒരു കിടിലൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടാ. ഇപ്പോൾ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ തേക്കിൻ കാടിനുള്ളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെയധികം രസകരമായുള്ള ഒരു യാത്രയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. തുടങ്ങിയിട്ട കാര്യം നമ്മള് ഷാജുവാക്കി അമീർ പോലൊക്കെയാണ്. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കുന്നതാണ്. നിങ്ങൾ സ്റ്റേഷന്റെ പഴയ സ്റ്റേഷന്റെ അവിടെ തന്നെ വിളിയാണ്ട് വരാൻ വേണ്ടി പറയുന്നത്. ആയിക്കോട്ടെ. നിങ്ങളവിടെ എത്താൻ പറ്റും. ഇതെങ്ങനെയാണ് ഫ്രണ്ട് ബാക്കാ? ഫ്രണ്ട് ബാക്കും കിട്ടോ? വൈഡായി കിട്ടും. അങ്ങനെ നമ്മള് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് നിലമ്പൂര് വഴിക്കടവ് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഗൂഡല്ലൂർ വഴിയാണ് മലപ്പുറം ജില്ല, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ഉള്ളവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റു അട്ടപ്പാടി വഴി പോവാം, അതൊരുകൂടി രസകരമായിട്ടുള്ള യാത്രയായിരിക്കും. അപ്പോൾ നമ്മുടെ നാടുകാണി ചുരത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു ആന പോയിട്ട് ആനപ്പിണ്ടി പോലും കാണാനില്ല ഗൈസ്. എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. പക്ഷെ നല്ല കൂളിങ്ങുള്ള ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ. ഊട്ടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം നല്ല തണുപ്പുള്ള സ്ഥലം എന്ന് മാത്രമായിരിക്കും. പിന്നെ നീലഗിരി ജില്ലയിലാണെന്ന് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് 38 സ്റ്റേറ്റുകളുണ്ട്. 38 സ്റ്റേറ്റിലെ നീലഗിരി ജില്ലയിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി എവിടെയെന്ന് വെച്ചാൽ പശ്ചിമഘട്ട മലനിരകളിലാണ്. പശ്ചിമഘട്ടത്തിന്റെയും പൂർവഘട്ടത്തിന്റെയും ഇടയിലാണ് നീലഗിരി കുന്നുകളിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. പുറത്തിറങ്ങിയിട്ടല്ലോ എന്തും പറയും. അപ്പൊ മച്ചാമാരെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് ഊട്ടിയിലേക്കാട്ടോ പോകാനായിട്ട് പോകുന്നത്. ഊട്ടിയിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞ് നമ്മൾ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മള് നാടുകാണി ചുരം വഴി തന്നെയാണ് വന്നത്. അതുകൊണ്ട് വഴിക്കടവെന്ന് ഈ ഭാഗത്തേക്കുള്ള വീഡിയോസ് ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ഊട്ടിലേക്ക് പോകുന്ന വഴി പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. നല്ലൊരു പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. പൈൻ കാടുകൾ കണ്ടോ, ഈ മരങ്ങൾ നോക്കിയാൽ തകർത്തില്ല. നമ്മുടെ ടീം ഇവിടെ കലശലായിട്ടുള്ള ഫോട്ടോ എടുക്കല്ലോ. എല്ലാവരും വരും. വീഡിയോയോ വലിയ ചോട്ടല്ലോ എടുത്തോളൂ. വീഡിയോ എല്ലാവരും
അപ്പൊ നമ്മളിനി യൂട്ടിലേക്ക് പോവാണ്. ഇതൊക്കെ കാണണ്ടേ രാജു. അപ്പൊ നമ്മള് പ്യാക്കര ഡാമിനടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് സ്വീറ്റ് കോണും വാങ്ങിയിട്ടുണ്ട്. ഇത് ഇടാം. അപ്പൊ മനുഷ്യന്മാരെ നമ്മള് ഇല്ലല്ലോ ക്ലിയറില്ല. അപ്പൊ മനുഷ്യന്മാരെ നമ്മള് പ്യാക്കര ഡാമിന്റെ അവിടെ എത്തിയിട്ട് കേട്ടോ. ഗൂഡല്ലൂരിന്ന് ഒരു ഊട്ടിയിലേക്ക് പോകുന്ന വഴി 30 കിലോമീറ്ററിനുള്ളിലാണ് ഈ സ്ഥലം ഉള്ളത്. കണ്ടോ, ഡാമിന്ന് 3 ഷട്ടറാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ തണുപ്പത്ത് നല്ല വലിയ ഈ തണുപ്പത്ത് ചൂടുള്ള കമ്പം കഴിക്കാൻ നല്ല രസം. കമ്പം എങ്ങനെ ഉണ്ട്? അടിപൊളി. നാഫ്ക കമ്പം എങ്ങനെ ഉണ്ട്? അടിപൊളി. അല്ല ഈ തണുപ്പത്ത് കഴിക്കാൻ എങ്ങനെ ഉണ്ട്? അടിപൊളി. ഷെരീഫാക്ക കുറഞ്ഞ വരുന്നത് കണ്ട് പേടിച്ചിട്ടാ കമ്പം കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതാ പോരാ എനിക്ക്. അടുത്ത് പോയിക്കോട്ടാ, പോയിക്കോ. ഇഞ്ഞും വരും. കൈ കഴുകണേ. ഇതാ അടുത്ത സീറ്റ് കാണും. കൊടു അതൊന്നട്ടാ. അല്ല കുളിക്കണ അങ്ങനെയല്ല. ഞാൻ ബാക്കിൽ എനിക്ക് തൊടാൻ വരും. കേസ് വരും. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ കുറഞ്ഞ കൂട്ടൻ്റെ ഈ കമ്പം കൊടുക്കാൻ പോവാണ്. അപ്പൊ മച്ചാമാരെ നമ്മൾ പ്യാക്കര ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഇൻട്രോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ആണ് നമുക്ക്. ഗൂഡല്ലൂരിൽ നിന്ന് 50 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. എക്സാക്ട് ഇവിടെ നിന്ന് ഇനി ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി എത്തി മച്ചാമാരെ. അവിടെയാണ് നമ്മളെ വണ്ടി വെച്ചിട്ടുള്ള അവിടെയാണ്. ഇത് കണ്ടോ, ഡാം എന്നുള്ളൊരു വ്യൂ ആണ്. ജസ്റ്റ് അപ്പുറത്തേക്ക് ഒന്ന് കടന്നു നോക്കിയാലോ. കടന്നു നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് കിട്ടുമോ എന്നറിയില്ല, നോക്കാം. ആ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകുന്നത് കണ്ടോ, ചെറിയൊരു അരുവിയെ പോലെ. ഒരു ചെറിയ ഡാമാണ് കേട്ടോ. ഇവിടെ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഈ മുന്നേ ഉള്ളൊരു പാലം നമുക്ക് പാരായിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ. വരി ഫോട്ടോ എടുക്കാം. ഇല്ല, എനിക്ക് ഫോട്ടോ പറയാം.